എല്ലാ പേർക്കും ഗുഡ് വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ അഫർമേഷൻസ് എങ്ങനെ പറയണം, എന്തൊക്കെയാണ് നമ്മൾ അഫർമേഷൻസ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഒരു അഫർമേഷൻ നമ്മൾ എഴുതുന്നതെന്നാണ് കേട്ടോ. കാരണം നമ്മൾ അഫർമേഷൻസ് കൂടുതലും പറയാറാണ് ചെയ്യുന്നത് അല്ലേ. ചിലർക്ക് ചിലപ്പോൾ അഫർമേഷൻസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയാനോ അതിനൊന്നുമുള്ള ടൈം ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള അഫർമേഷൻസ് ഒരു ദിവസത്തിൽ ഒരു വട്ടം എഴുതേണ്ടതെന്ന് ഞാൻ പറയാം കേട്ടോ. അത് നമ്മൾ വെറുതെ എഴുതിയിട്ട് കാര്യമില്ല, അതിലും നമ്മൾ കുറച്ച് റൂൾസൊക്കെ ഫോളോ ചെയ്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾ അഫർമേഷൻസ് എഴുതുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റേതായ റിസൾട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ അഫർമേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നതായാലും എഴുതുന്നതായാലും എപ്പോഴും വിശ്വസിക്കേണ്ടത് നമ്മൾ അഫർമേഷൻസ് എഴുതുന്നതും പറയുന്നതുമൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് അതിന് മനസ്സിലാകില്ല. നമ്മൾ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയുന്ന സമയത്തും സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാകില്ല. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്താണ് റിയാലിറ്റിയിൽ നിന്ന് വേണം അത് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോഴുള്ള ഫാക്ട്സ്, ഇപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് എന്നിലുണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ പറയുന്ന അതേ രീതിയിൽ അതിനെ ഉൾക്കൊള്ളുകയുള്ളൂ, അതിൻ്റേതായ എഫേർട്ട് എടുക്കുകയുള്ളൂ, നമുക്ക് ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ അഫർമേഷൻ എഴുതുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. അത് പറയാൻ കാരണം നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് മിസ്റ്റേക്കാണ് അഫർമേഷൻസിൽ. നമ്മൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, എനിക്ക് വേണം, ലഭിക്കണം, നേടിയെടുക്കണമെന്ന് ഒരിക്കലും എഴുതരുത്. അഫർമേഷൻസ് എഴുതുന്ന സമയത്ത് എനിക്കത് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ അഫർമേഷൻ എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ മിസ്റ്റേക്ക് നിങ്ങൾ വേണം എന്നൊക്കെ ഉള്ള രീതിയിൽ മാറ്റിയിട്ട് എന്താണ് കറക്റ്റ് സെൻറ്റൻസ് എങ്ങനെയാണ്, ഈ ഒരു കാര്യം എന്നിലിപ്പോൾ നേടിത്തന്നതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷനായിട്ട് എഴുതാം. 1. 2, ഈ അഫർമേഷൻസ് നമ്മൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ എഴുതിയിരുന്നാൽ പോലും നിങ്ങൾ എല്ലാ സെൻറ്റൻസിലും ഉൾപ്പെടുത്തേണ്ട ഒരു വാക്കാണ് ഇപ്പോൾ എന്ന് പറയുന്ന ആ ഒരു വാക്ക് കേട്ടോ. നിങ്ങൾ എഴുതുന്ന എല്ലാ സെൻറ്റൻസിലും ഇപ്പോൾ എന്നുള്ള വാക്ക്, നൗ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങൾ എഴുതിയിരിക്കണം. എങ്കിൽ മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡ് അതൊരു ഫാക്റ്റ് ആണെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണിപ്പോൾ മണി റിലേറ്റഡ് ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ, ധനം ഇപ്പോൾ എന്നിൽ ധാരാളമായി ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നതിന് നന്ദി. ഞാനിപ്പോൾ വളരെയേറെ സന്തോഷവും സമാധാനവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി. എൻ്റെ ജീവിതം ഇപ്പോൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി. ഇന്നത്തെ ദിവസം, ഇന്നീ നിമിഷം, ഇപ്പോൾ എല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. ഇങ്ങനെ നിങ്ങൾ എന്ത് അഫർമേഷനാണോ എഴുതുന്നത് ആ അഫർമേഷൻസിലെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് ഇപ്പോൾ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്നും എഴുതുന്ന സമയത്ത് എല്ലാ സെൻറ്റൻസിലും ഇപ്പോൾ എന്ന് ചേർത്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് 2ാമത്തെ റൂളാണ് അഫർമേഷൻ എഴുതുന്ന സമയത്ത്. ഇനി അഫർമേഷൻസ് നിങ്ങൾ ഈ പറയാൻ പറ്റാത്തവരാണെങ്കിൽ, അല്ലേ നിങ്ങൾ എഴുതുന്നവരാണെങ്കിൽ, നിങ്ങളൊരു നോട്ട് ബുക്ക് ഇതിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എഴുതുന്ന പെന്നെന്ന് പറയുന്നത് ബ്ലൂ പെൻ എഴുതുക. കാരണം നമ്മുടെ ആഗ്രഹങ്ങളെന്ന് എപ്പോഴും പറയുമ്പോൾ അത് എനർജി അലൈൻമെൻറ്റാണ്. നമ്മുടെ ആഗ്രഹം യൂണിവേഴ്സിൽ അതേ എനർജിയുമായി മാച്ചായി നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യപ്പെടണം. അതിന് നമ്മൾ ബ്ലൂ കളറാണ് എനർജിയുടെ സിമ്പൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബ്ലൂ കളർ പെൻ യൂസ് ചെയ്യാൻ പറയുന്നത്. ഇത് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കാറുണ്ട്, ബ്ലൂ കളർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന്. അതിൻ്റെ കാരണം ഇതാണ് കേട്ടോ. അപ്പോൾ റെഡ് കഴിവതും യൂസ് ചെയ്യാതിരിക്കുക, ബ്ലാക്ക് യൂസ് ചെയ്യാതിരിക്കുക, ഗ്രീൻ പെൻ യൂസ് ചെയ്യാം. മണി മാനിഫെസ്റ്റേഷന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ പെൻ യൂസ് ചെയ്യും, ഗ്രീൻ പെൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ബ്ലൂ പെൻ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു നോട്ട്ബുക്കും ഒരു ബ്ലൂ പെന്നും നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കൂ. അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, അഫർമേഷൻസ് ഒരു 3 4 മാക്സിമം ഒരു 5 അഫർമേഷൻ ഡെയിലി എഴുതാൻ ശ്രമിക്കുക. ഈ എഴുതുമ്പോൾ നിങ്ങൾ ഈ അഫർമേഷൻസ് ആണെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് പറയണം. എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒരു വട്ടം ഞാൻ ഈ പറഞ്ഞ റൂൾസ് എല്ലാം മനസ്സിൽ വെച്ച് ഇപ്പോൾ എന്നുള്ള വാക്കൊക്കെ ആഡ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഒരു അഫർമേഷൻ, 5 അഫർമേഷനൊക്കെ എഴുതിയതിന് ശേഷം നമ്മൾ അഫർമേഷൻസ് പറയുന്നത് പോലെ വീണ്ടും അതിനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുകയോ വായിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ 5 അഫർമേഷനാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ആ എഴുതുന്ന സമയത്ത് മനസ്സിരുത്തി എഴുതുക എന്ന് പറയില്ലേ, കറക്റ്റ് ഫോക്കസോടുകൂടി എഴുതുക. പിന്നെ നിങ്ങൾ ആ 5 അഫർമേഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ അത് വായിക്കുക, അല്ലെങ്കിൽ അന്നത്തെ ദിവസം വീണ്ടും അതിനെ എടുത്തൊന്ന് വായിച്ചു നോക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എഴുതുന്നതാണെങ്കിൽ കേട്ടോ. കാരണം എഴുതുമ്പോൾ തന്നെ നമുക്ക് അത്രയും ഫോക്കസും കോൺസെൻട്രേഷനും ഒക്കെ നമുക്ക് കൂടുതലായിരിക്കും പറയുന്നതിലും അധികം.
അതുകൊണ്ട് തന്നെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കേണ്ട, നിങ്ങൾ എഴുതി ആ ബുക്കിനെ അങ്ങനെ ക്ലോസ് ചെയ്ത് വയ്ക്കുക കേട്ടോ. കാരണം നമ്മൾ അതിൽ എഴുതിയിരിക്കുന്ന എല്ലാ സെൻറ്റൻസിലും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ മനസ്സിരുത്തി എഴുതുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുന്നത് ആ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എങ്ങനെയാണോ എഴുതിയത് ആ രീതിയിലുള്ള റിയാലിറ്റി ആണെന്ന് സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതിനെ വായിച്ച് നമ്മുടെ മനസ്സിലേക്ക് അതിനെ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യുക, അഫർമേഷൻസ് എഴുതുന്നവരാണെങ്കിൽ ഡെയിലി നിങ്ങൾ ഒരു 5 അഫർമേഷൻസ് നിങ്ങൾക്ക് ഒന്നുകിൽ ആ ദിവസത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാം. ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകണം എന്നുള്ള രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷനായിട്ട് എഴുതാം. അല്ലെങ്കിൽ നിങ്ങളെ കോമൺ ആയിട്ട് അലട്ടുന്ന ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് എഴുതാം, അഫർമേഷൻസ് എഴുതാം. നിങ്ങൾക്ക് എങ്ങനെയാണോ, നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണോ നിങ്ങളിൽ വരുത്തേണ്ടത് അതിനെയൊക്കെ ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് ഡെയിലി അഫർമേഷൻസ് എഴുതാം. ഒരിക്കൽ എഴുതിയാൽ മതി, വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഒരു വീക്ക്ലി വൺസ് വായിക്കണമെന്നോ മന്ത്ലി വൺസ് വായിക്കണമെന്നോ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ എഴുതുക, ആ സമയത്ത് തന്നെ അതിനെ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളിത് എഴുതുന്ന സമയത്ത് ഒരിക്കലും അതിൽ നെഗറ്റീവ് വേർഡ്സ് ഇല്ലാതെ വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അത് പറയാൻ കാരണം ചിലർ അതിൽ വരുത്തുന്ന മിസ്റ്റേക്സാണ്, അറിയാതെ അവർ അതിൽ നെഗറ്റിവിറ്റി ഉൾപ്പെടുത്തും. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഒരു ആഗ്രഹം അതിവേഗം എനിക്ക് നേടിയെടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ എഴുതാതിരിക്കുക, നേടിയെടുത്തതായി എഴുതുക. 2, ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മണി മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത്, എൻ്റെ ഈ ഒരു കടം അതിവേഗം എനിക്ക് തീർക്കാൻ സാധിച്ചതിന് നന്ദി എന്ന് എഴുതരുത്. കാരണം അതിലെ കടം എന്നുദ്ദേശിക്കുന്നത് ഒരു നെഗറ്റിവിറ്റി ക്യാരി ചെയ്യുന്ന വാക്കാണ്. അതുപോലെ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിവേഗം തീർക്കാൻ എന്നെ സഹായിച്ചതിന് നന്ദി എന്ന് ചിലർ എഴുതാറുണ്ട്. അതിലും എഴുതരുത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്ന വാക്ക് തന്നെ അവിടെ ഒരു നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്താണ്, ഞാനിപ്പോൾ വളരെ സാമ്പത്തികമായി വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി എന്ന് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചിലർക്ക്, ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് ഇതുപോലെ അവരുടെ ആഗ്രഹങ്ങൾ മുൻകൂട്ടി നേടിയെടുത്തതായി കരുതി എഴുതുമ്പോൾ അത്ര ഫീലില്ല, ഡൗട്ടാണെന്ന് ഉള്ളവരാണെങ്കിൽ എൻ്റെ ഈ ഒരു ആഗ്രഹം എന്നെ തേടി വന്നെത്തിക്കൊണ്ടേയിരിക്കുന്നതിന് നന്ദി എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. എങ്ങനെയാണോ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും എഴുതാം. പോസിറ്റിവിറ്റിയിലായിരിക്കണം എഴുതേണ്ടത്, നെഗറ്റിവിറ്റീസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഉൾപ്പെടുത്തുക. അതുപോലെ എന്താണ്, നിങ്ങൾ എഴുതുന്ന സമയത്ത് ഫുൾ ഫീലോടുകൂടി എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാലും എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.